ഇതൊരു നോർമൽ ഓട്ടോമേഷൻ അല്ല, ഇതാണ് പേഴ്സണലൈസ്ഡ് ഓട്ടോമേഷൻ. എനിക്കിപ്പോൾ രാവിലെ 6 മണിക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 5 മണിക്ക് മുതലേ അലാറം വെക്കും, എന്നിട്ടും ഞാൻ എണീക്കാറില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് 6 മണിക്കാണ് എണീക്കണമെന്നുണ്ടെങ്കിൽ 6 മണിയാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ ഓഫായി ലൈറ്റ് ഓൺ ആവും. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എനിക്ക് മര്യാദക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റൂല. അപ്പോൾ എന്തായാലും എണീക്കും. അതാണ് ഒരു ബെസ്റ്റ് സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടാക്കാൻ പറ്റാനുള്ള മെയിൻ കാരണം ഈ ഒരു ഓട്ടോമേഷൻ സൊല്യൂഷനാണ്. ഇങ്ങനെ ഒരു ഓട്ടോമേഷൻ സൊല്യൂഷൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തോന്നണതാണ് ലൈക്ക് ഇപ്പോൾ അതിനകത്തുള്ള ഇൻഡിക്കേഷൻ ലൈറ്റ് ഫാൻ അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ആണെങ്കിൽ മാത്രം കത്തിയാൽ മതി, അല്ലാത്ത ടൈമിൽ അത് ഓഫായി കിടക്കണം. അപ്പോൾ എനർജി കൺസപ്ഷനും കുറയും. ലൈക്ക് ഈ ലൈറ്റ് എപ്പോഴും ഓൺ അല്ലാത്തതുകൊണ്ട് ആ വലിയ രീതിക്കൊന്നല്ല, ജസ്റ്റ് ഒരു നോട്ടീസബിൾ ഡിഫറൻസ് പോലും ഉണ്ടാവില്ലല്ലോ. ബട്ട് എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചറും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ ആഡ് ചെയ്യും. ഈ ബ്ലാക്ക് ബോക്സിനകത്ത് എന്തൊക്കെ ഉള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വാച്ച് ചെയ്യുക. അവിടെ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. സോ ആ വീഡിയോ ഫുള്ള് ആ ബ്ലാക്ക് ബോക്സിനെ കുറിച്ചാണ്. അതിനകത്താണ് ഈ മറ്റേ ESP റിലേ അങ്ങനത്തെ ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്താണ്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള എല്ലാം ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്ലട്ടർ ആപ്പിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഈ ആപ്പ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഈ ലൈറ്റ് ഫാൻ ഈ ലോക്കൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തേക്കുകയാണെങ്കിൽ എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം. ഈ ആപ്പിൽ നമ്മളിപ്പോൾ ഫാൻ ഓൺ ആണോ അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ആണോ എന്നെല്ലാം കാണിക്കും. അപ്പോൾ ഓൺ ആണെങ്കിൽ ഓഫ് ആക്കാം, ഓഫ് ആണെങ്കിൽ ഓൺ ആക്കാം, ആ ഒരു രീതി. എനിക്ക് ഈ ആപ്പ് ഒരു എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടി. സോ ഈ ഒരു ഡിസൈനിനെ റെഫറൻസ് വെച്ചാണ് ഞാൻ ഈ ഒരു ഫ്ലട്ടർ ആപ്പ് ഉണ്ടാക്കിയേക്കണത്. ആൻഡ് ഇൻ ഫ്യൂച്ചർ എനിക്കിപ്പോൾ വേറെയും കുറേ ESPs ഒക്കെ ഉണ്ടെങ്കിൽ ESP32 അല്ലെങ്കിൽ 82 മേടിക്കുകയാണെങ്കിൽ ഈ ആപ്പ് ത്രൂ അതും കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, ഒരു മൈക്രോ കൺട്രോളറാണ് ഈ ESP8266. അപ്പോൾ അത് കാരണം ഞാനൊരു ESP32 കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഈ ആപ്പിൻ്റെ ഫങ്ഷനാലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആക്കുക, ഓഫ് ആക്കുക, നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ഇതിനകത്തുള്ള മറ്റേ അലാറത്തിൻ്റെ ഫീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ ഈ ക്ലോക്ക് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ്ലി ഏതെങ്കിലും ഇപ്പോൾ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സെറ്റ് ചെയ്തേക്കണ അവറും മിനിറ്റും കാണിക്കും. അതല്ല ഇപ്പോൾ പുതിയൊരു അലാറം സെറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അത്രയാണ് ഈ ആപ്പിനകത്ത് കൊടുത്തേക്കണത്. ആൻഡ് ഇൻ ഫ്യൂച്ചർ ഈ ആപ്പിൽ ഇത്രയും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താം. കാരണം ഇതിൽ ഇപ്പോൾ യൂസ് ചെയ്തേക്കണ HTTP മെത്തേഡാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനിൽ വെബ് സോക്കറ്റാണ് ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ബട്ട് ഞാൻ ഇതിൽ HTTP മെത്തേഡിലാണ് ചെയ്തേക്കണത്. അപ്പോൾ ഈ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഈ HTTP കോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ESP ഹാങ് ആവും. ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് ഇപ്പോൾ ആപ്പിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം. ആൻഡ് ഈ ഒരു HTTPന്ന് വെബ് സോക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ അത് വർക്കാവണുള്ളതുകൊണ്ട് അത് വലിയ ഇൻ ഫ്യൂച്ചർ മേബി കുറച്ച് കഴിയുമ്പോൾ വെബ് സോക്കറ്റിലേക്ക് മാറ്റും, ഇനി ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഐ വിൽ ലെറ്റ് യു നോ ആ ഒരു ഫീച്ചറും കൂടെ വെബ് സോക്കറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതും
കാണിച്ചു തരാം. ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ വേറെ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇവിടെ എൻ്റെ നേരത്തെ പോസ്റ്റ് ചെയ്ത കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.